ചായക്കടി ഒറ്റ പ്രാവശ്യം കഴിച്ചാൽ മതിയിട്ടാ, പിന്നെ എപ്പോഴും ഉണ്ടാക്കി കഴിക്കുന്ന ഒരു ചായക്കടി ആയിരിക്കും. അത്രയ്ക്കും കിടിലൻ സ്വാദുള്ള 4 മണി പലഹാരമാണ് ഇന്നത്തെ സ്പെഷ്യൽ. ഈ സൈസിലുള്ള 2 ഉരുളക്കിഴങ്ങാണ് എടുത്തേക്കുന്നത്. ഇത് ക്ലീൻ ചെയ്ത് കഴുകി കട്ട് ചെയ്ത് കൊണ്ടുവരാം. കഴുകി എടുത്ത ഉരുളക്കിഴങ്ങ് നമുക്ക് 1/4 ഭാഗം വേവിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് വേവുമ്പോഴേക്ക് 2-3 സാധനം ചോപ്പ് ചെയ്തെടുക്കാനുണ്ട്. 3 സവാള, കുറച്ച് വേപ്പില, 1 പച്ചമുളക്, കുറച്ച് മല്ലിയില, ഇതെല്ലാം നമുക്ക് ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ട് വരാം. ഉരുളക്കിഴങ്ങ് നല്ലോണം തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഈ സമയത്ത് തന്നെ ഉരുളക്കിഴങ്ങിനുള്ള ഉപ്പിട്ട് കൊടുത്തോളൂ. ഉരുളക്കിഴങ്ങ് 1/4 ഭാഗം വെന്തുട്ട വെള്ളത്തിൽ നിന്ന് ഊറ്റി കൊണ്ടുവരാം. ഇനി കിച്ചൺ ടവലിൽ വെച്ച് ഒട്ടും വെള്ളം ഇല്ലാണ്ട് ഡ്രൈ ആക്കി എടുത്തിട്ട് വരാം. നമുക്ക് സവാള ചോപ്പ് ചെയ്തെടുത്തു. ഇനി 2 സാധനം ചതച്ചു കൊണ്ടുവരാം. 6 വെളുത്തുള്ളി, 2 ചുവന്നമുളക് ചതച്ചെടുത്താൽ മതിട്ടാ. ഉരുളക്കിഴങ്ങും ഡ്രൈ ആയി. ഇനി തിരിച്ചിത് അരിപ്പയിലേക്ക് തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈ വെച്ച് മിക്സ് ചെയ്യേണ്ടാട്ട, ഇങ്ങനെ അരിപ്പയിൽ വെച്ച് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്താൽ മതി. എല്ലായിടത്തും ആയിക്കോളും. എല്ലാം കോൺഫ്ലോറിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. ഇത് മാറ്റിയിട്ട് ബാക്കിയുള്ള ഉരുളക്കിഴങ്ങും ഇതേപോലെ ചെയ്യാട്ട. ബാക്കിയുള്ളത് ചെയ്യുമ്പോഴും 1/2 ടീസ്പൂൺ കോൺഫ്ലോർ മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. അങ്ങനെ മൊത്തം 1 ടീസ്പൂൺ കോൺഫ്ലോർ അരിച്ചെടുത്ത അതേ പാത്രത്തിൽ തന്നെയാണ് കേട്ടോ മസാല മിക്സ് ചെയ്യാൻ പോണത്. ഇതിൽ ഫ്ലോർ ഒന്നും ഇല്ല. നമ്മൾ ആ സ്പ്രെഡ് ചെയ്ത് കൊടുത്തില്ലേ, അത്ര മാത്രം ഫ്ലോറേ ഉള്ളൂ. അതിലേക്ക് 1 കപ്പ് കടലമാവ് ചേർക്കുന്നുണ്ട്. 1/2 കപ്പ് ഫൈൻ അരിപ്പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം. ഈ മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഉരുളക്കിഴങ്ങിൽ ഉപ്പ് ഇട്ടാണ് വേവിച്ചേക്കണം, അതനുസരിച്ച് മാവിന് ചേർക്കണം. 1/4 ടീസ്പൂൺ അരിമോദകം, അതൊന്ന് തിരുമ്മിയിട്ട് മാവിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കായപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ഉണ്ടാട്ട, കൂടിക്കഴിഞ്ഞാൽ എണ്ണ കുടിക്കും. ചോപ്പ് ചെയ്ത് സവാളയുടെ മിക്സ് ചേർക്കുന്നുണ്ട്. ചതച്ചെടുത്ത് വെളുത്തുള്ളിയും മുളകിന്റെയും മിക്സ് ചേർക്കാം. എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്ത് നല്ല കട്ടിയിൽ കുഴച്ചെടുക്കണം കേട്ടോ. വെള്ളം ആദ്യം കുറേശ്ശെ ഒഴിച്ച് കുഴച്ചാൽ മതി. ബാറ്റർ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ചൂടായ എണ്ണയിൽ നിന്ന് 1 ടീസ്പൂൺ എണ്ണ ഈ ബാറ്ററിലേക്ക് ചേർക്കാം. ഇനി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാവിന്റെ പാകം കാണിച്ചു തരാം. ഞാൻ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മാവിന്റെ പാകം മനസ്സിലാവും. ഇത് കണ്ടില്ലേ, ഇതാണ് പാകട്ട. നമ്മളിങ്ങനെ കോരി ഇടുമ്പോൾ ഇങ്ങനെ ലൂസായിട്ട് പോകരുത്, നല്ല കട്ടിയിൽ തന്നെ വേണം ബാറ്റർ. എന്നാലേ ഉരുളക്കിഴങ്ങിൽ മസാല പിടിക്കുള്ളൂ. ഓരോ ഉരുളക്കിഴങ്ങ് ഇതിൽ മുക്കി ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഉരുളക്കിഴങ്ങിന്റെ മുകളിൽ നല്ലോണം മസാല കോട്ട് കൊടുക്കണം കേട്ടോ. ഇനി എണ്ണയിലിട്ട് കൊടുക്കാം. എണ്ണ ലൈറ്റ് ചൂടായാൽ മതിട്ടോ, ഒരുപാട് ചൂടാക്കണ്ട. 3-4 എണ്ണ ഇട്ട് കൊടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. കുത്തി അമർത്തി ഇടണ്ട. ഒരു ഭാഗം ആകുമ്പോൾ തന്നെ അത് മുകളിലേക്ക് വരും. അതിന് ശേഷം മറിച്ചിട്ടാൽ മതി. ഇപ്പൊ കണ്ടില്ലേ, എല്ലാം തന്നെ പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ട്രിപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയ്ക്കും കളർ ചേഞ്ച് ആയി വരണം. ഞാൻ കാണിച്ചു തരാം. എണ്ണയിൽ കൂടിയിട്ട് ഇതുപോലെ വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല കേട്ടോ. ഉരുളക്കിഴങ്ങ് ഓൾറെഡി വെന്തതാണ്. ആ മസാല ഒന്ന് മുരിഞ്ഞ് കിട്ടണ സമയം മതി. ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ റെഡിയാക്കി എടുക്കാം. എല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു. കിടിലൻ മസാലയാണ് കേട്ടോ. ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായി ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.